എവിക്ഷൻ എൻ്റെ ഇതില് അക്ബറോ നെവിനോ ഔട്ട് ആവുന്നായിരുന്നു. അക്ബർ ആവുന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ അക്ബറിന്റെ ഇതിലും പോള് വളരെ കുറവാണ്. ഞാൻ പറയുകയാണെങ്കിൽ അക്ബർ എവിറ്റ് ആവുകയാണെങ്കിൽ അതൊരു അൺഫെയർ ഗെയിം തന്നെയാണ്. കാരണം ആള് നെഗറ്റീവിലാണെങ്കിലും ആളവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ടാസ്ക് വൈസ് ആണെങ്കിലും ഗെയിം വൈസ് ആണെങ്കിലും എല്ലാം കളിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരു കർമ്മ സംഭവം ഹിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അനീഷിനെ കളിയാക്കിക്കൊണ്ട് തന്നെ. അതിപ്പോ ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും എല്ലാ ടാസ്കും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും മൈൻഡ് സെറ്റ് എല്ലാവരും വിഷമങ്ങളും ഒരേ സമയത്ത് ചിലപ്പോൾ ഹോൾഡ് ആക്കാൻ പറ്റണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന ഒരു ഹിയർ ആൻഡ് സേ, ഉള്ളി ഹിയർ ആൻഡ് സേ, സത്യമാണോ എന്ന് എനിക്കറിയില്ല, ഉള്ളി ഹിയർ ആൻഡ് സേ ലക്ഷ്മി എവിറ്റായി ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ. നമുക്ക് സത്യാവസ്ഥ അറിയില്ല. ആക്ച്വലി ഞാനും വെയിറ്റിംഗ് ആണ് ആരാണ് റിയലി എവിറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങൾ നടക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വീക്കെൻഡിൽ അനുവിന്റെ ഫാൻസ് നല്ല രീതിയിൽ നെവിന് കൊട്ടിയിട്ടുണ്ടാവും. കാരണം നെവിൻ അതേപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നടന്ന അനു നമ്മുടെ അക്ബർ ആയിട്ടുള്ള വിഷയം കാര്യങ്ങൾ, അതേപോലെ അക്ബറിന് സോഷ്യൽ മീഡിയ പോൾ മുഴുവനും വോട്ട് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനെ ആകെ മൊത്തം നോക്കുമ്പോൾ ഈ അനുവിന്റെ ഫാൻസ് മുഴുവനും നെവിനെ വലിച്ചിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ നെവി ഒരു അറ്റാക്കിംഗ് അവിടെ ഇൻഡയറക്ട്ലി നടക്കുന്നുണ്ട്. നെവിനും അത്യാവശ്യം നല്ലൊരു എന്റർടൈനർ ആണ്. ഇപ്പൊ ഇറങ്ങാൻ ചാൻസ് വളരെ കുറവുള്ള ഒരാളാണ്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളാണ് എവിറ്റ് ആവുന്നത്. നമുക്കറിയില്ല ആരെ എവിറ്റ് ആവുന്നുള്ളത്. അക്ബറോ നെവിനോ ആണ് എവിറ്റ് ആവണേന്നുണ്ടെങ്കിൽ അത് റിയലി അൺഫെയർ തന്നെയാണ്. ഇൻ കേസ് ഇപ്പൊ നമ്മൾ കേട്ട പോലെ അല്ലെങ്കിൽ എല്ലായിടത്തും കേൾക്കുന്ന പോലെ ലക്ഷ്മി ആണ് ഔട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഫെയർ എവിഷൻ ആവില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക.